ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ 10, 11, 12 എന്നീ ശ്ലോകങ്ങൾ നമുക്കൊന്ന് നോക്കാം. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. നമുക്കറിയാം, ഭഗവതിയെ 1000 നാമങ്ങൾ കൊണ്ട് വർണ്ണിക്കുന്ന ഒരു മഹത്തായ ശ്ലോകമാണ് ലളിതാ സഹസ്രനാമം. ഭഗവതിയുടെ 1000 നാമങ്ങൾ സഹസ്രനാമങ്ങളാണ്. ഓരോ വരിക്കും വലിയ അർത്ഥമാണ് ഉള്ളത്. ഇവിടെ ആദ്യത്തെ വരി മനോരൂപേക്ഷു കോദണ്ഡ. എന്താണ് അതിൻ്റെ അർത്ഥം? മനസ്സാകുന്ന കരിമ്പ് വില്ല് ഇടതുവശത്ത് മുകളിലെ കയ്യിൽ ധരിച്ചവൾ, അങ്ങനെയുള്ള അംബികയെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത വരി പഞ്ചതന്മാത്ര സായക. പഞ്ചഭൂതങ്ങളെ 5 പൂക്കളാക്കി അവ കൊണ്ടുള്ള ശരങ്ങൾ വലതുവശത്തെ മുകളിലെ കയ്യിൽ ധരിക്കുന്നവൾ എന്നാണ് അർത്ഥം. അടുത്ത ശ്ലോകം നിജാരുണ പ്രഭാപൂരമജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല. അർത്ഥം ഉദയാരുണ ശോഭയിൽ മുഴുകിയ ബ്രഹ്മാണ്ഡ മണ്ഡലത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. ഇവിടെ തൻ്റേതായ അരുണപ്രഭാപൂരത്തിൽ, അതായത് തൻ്റേതായ ചുവന്ന നിറമുള്ള പ്രകാശപ്രഭാവത്തിൽ മുഴുകിയ ബ്രഹ്മാണ്ഡമണ്ഡലം, അങ്ങനെയുള്ള ബ്രഹ്മാണ്ഡമണ്ഡലത്തോട് കൂടിയവൾ എന്നാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഭഗവതിയുടെ ആയുധങ്ങളെയും ഭഗവതിയുടെ സൗന്ദര്യത്തെയും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിരാവിലെ ചുവന്ന നിറത്തിൽ, അതായത് അരുണവർണ്ണയായി ഭഗവതിയെ ധ്യാനിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. അതായത് അംബികയുടെ നിറം ചുവന്ന നിറമാണ്, സൂര്യവർണ്ണമാണ്. അതായത് ഉദിച്ചുയരുന്ന സൂര്യഭഗവാന്റെ ആ നിറമാണ്, അരുണവർണ്ണമാണ് അംബികയ്ക്ക്. അങ്ങനെയുള്ള അംബികയെ ഞാൻ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും അമ്മ മഹാമായ അനുഗ്രഹിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.